ഇന്നത്തെ ഈ പ്രഭാതവും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമായാണ് തുടക്കം. വലിയ ബുദ്ധിമുട്ടാണ് തുലാപ്പെയ്ത്ത് മലബാർ ജില്ലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ പുതുപ്പാടി, താമരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രിയിൽ ഏതായാലും മഴയുടെ ശക്തി കുറഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇടിമിന്നലാണ് വലിയ ആശങ്കയായി നിൽക്കുന്നത്. ശനിയാഴ്ച ഒരു വീട്ടമ്മ ഇടിമിന്നലേറ്റ് മരിച്ചതും കോഴിക്കോട് ആണ്. അങ്ങനെ ഇടിമിന്നൽ കാര്യമായ ബുദ്ധിമുട്ട് ജനങ്ങളിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. മഴയ്ക്കൊപ്പം തന്നെ അതായത് ഇന്ന് 3 ജില്ലകളിലാണ് മലബാറിൽ യെല്ലോ അലേർട്ട് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ്. അതായത് മഴ മുന്നറിയിപ്പ് ഇല്ല എന്നതാണ്. ഇന്നലെ വൈകിട്ടും അതിനുശേഷവുമായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് താമരശ്ശേരിയിലാണ്. പക്ഷേ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നത് വളരെ ആശ്വാസമായി നിൽക്കുന്നൊരു കാര്യം തന്നെയാണ്. ഒപ്പം വയനാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ പനമരത്ത് ഒരു മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. അക്കേഷ്യ മരമാണ് റോഡിലേക്ക് കടപുഴകി വീണിരുന്നത്. പിന്നീട് അത് മുറിച്ചു നിൽക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലും മലയോര മേഖലയിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഓറഞ്ച് അലേർട്ടിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിലടക്കം മഞ്ഞ മഴ മുന്നറിയിപ്പിലേക്ക് ജാഗ്രത മാറ്റിയിട്ടുള്ളത്. അതായത് മഴയുടെ ശക്തി കുറയും എന്നുള്ള മുന്നറിയിപ്പാണെങ്കിലും വലിയ രീതിയിലാണ് ജാഗ്രത തുടരുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മഴയും അതിനൊപ്പം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകുന്നു എന്നതാണ് കാര്യമായ വെല്ലുവിളിയാകുന്നത്. ഏതായാലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ആ രീതിയിലുള്ള ജാഗ്രതയാണ് ജില്ലയിൽ തുടർന്നു പോകുന്നത്. ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് നിന്ന് ആരെങ്കിലും മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജില്ലയിൽ? നിലവിൽ അത്തരത്തിലൊരു നിലയിലേക്ക് പോയിട്ടില്ല. ഈ തുലാപ്പെയ്ത്ത് ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, ഏറ്റവും ശക്തമായ മഴ ലഭിച്ചത് ശനിയാഴ്ചയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ നേരിയ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ, അതായത് ആളുകളെ മാർപ്പിക്കുക അല്ലെങ്കിൽ വലിയ അളവിൽ ജലനിരപ്പ് ഉയരുക എന്നൊരവസ്ഥ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ സമീപ ജില്ലകളിൽ, കോഴിക്കോട്, മലബാർ ജില്ലകളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും നമ്മോടൊപ്പം കുറച്ച് ആളുകൾ കൂടി ചേരും. അവരുടെ പ്രതികരണം കൂടി ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായി രാത്രിയിലെ മഴയും ഇടിയും മിന്നലും ഒക്കെ? ശനിയാഴ്ച നല്ല ശക്തിയായ മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ശക്തിയായ ഇടിയായിരുന്നു. പിന്നെ അവിടുന്ന് കൊണ്ടിട്ട് മഴ തന്നെയാണ്, ശക്തിയായ മഴ തന്നെയാണുള്ളത്. വീടിൻ്റെ ഭാഗത്തൊക്കെ വീടിൻ്റെ ഭാഗത്തൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. ശക്തിയായ മഴയാണ്. അങ്ങനെ പറയാ, പണി തുടങ്ങി, രാവിലെ തന്നെ പണി തുടങ്ങി. ഇടി ഭയങ്കര ഇടിയായിരുന്നു. ഭയങ്കര ഇടിയായിരുന്നു. ശക്തിയായ ഇടി തന്നെയായിരുന്നു. ശനിയാഴ്ച ഒരു 2:06 തൊട്ട് 2 മണി വരെ അങ്ങനെയൊക്കെ നല്ല ശക്തിയായ മഴ തന്നെയായിരുന്നു അങ്ങോട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക്. രാത്രി ലേശെന്ന് പറഞ്ഞു, എന്നാലും അങ്ങനെ പോയിട്ടില്ല. ഞാൻ കക്കോടി ഭാഗം പ്രശ്നങ്ങളില്ല. ശക്തിയായ മഴയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ അങ്ങനത്തെ ഒരു നാശങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട്. പെയ്തിട്ടുണ്ട്. ഇവിടെ ശുചീകരണ തൊഴിലാളിയായ ഒരു ചേച്ചിയുടെ പ്രതികരണമാണ്. ചേച്ചിയുടെ വീട് കക്കോടി ഭാഗത്താണ്. നീ പറഞ്ഞതുപോലെ ഇടിമിന്നൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഏതായാലും മഴയുടെ ശക്തി കുറഞ്ഞു നിൽക്കുന്നുണ്ട്. മോത്തി ചോദിച്ചതുപോലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല. ഒപ്പം തന്നെ ജലാശയങ്ങളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നൊന്നും നിൽക്കുന്ന ഒരു സാഹചര്യവുമില്ല.